നീ എന്റെ മനസ്സിനെ ഇഷ്ടപ്പെട്ടിരുന്നേ, എന്റെ കാശിനെ കണ്ടിട്ടല്ല. എന്നാൽ ഇപ്പോ ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നുവെന്ന് ഞാനിപ്പോ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വാച്ച് ഇന്ത്യൻ ടൈം സോണിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതോ മെക്സിക്കൻ ടൈം സോണാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? ലേറ്റ് ആയതുകൊണ്ട് വഴക്ക് പറയാണോ മാഡം? ഈ കമ്പനിയുടെ ബോസ് അല്ലേ നിങ്ങള്? നിങ്ങൾ തന്നെ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് പിന്നെ വരുമോ? യഥാ രാജ തഥാ പ്രജ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? ഈ വായാടി മാറാനേ പോകുന്നില്ല. ഡോണ്ട് കെയർ ക്യാരക്ടർ. ഇവളൊരു ഇഡിയറ്റ് തന്നെ. അവിടെ ഉണ്ടോ അതോ ചത്തോ? ആ, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അടുത്ത വാക്ക് പറയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. എന്ത് ചെയ്യാനാ, നീ ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ. വാക്ക് വായിൽ വന്നാലും താലി കെട്ടാൻ പോകുന്ന ആളല്ലേന്ന് ഓർമ്മ വരും. നിന്നെ താലി കെട്ടിയാലും നിന്റെ വായ അടച്ചു വെക്കില്ല അല്ലേ? അതൊക്കെ വിട്ടേക്ക്. ഇതെന്താ ഇതുവരെ എത്താത്തേന്ന് പറ. എന്ത് ചെയ്യാനാ മാഡം, നിന്റെ ബോസ് ശരിയല്ല. ശരിയല്ലേ? ആളാകെ മോശമായി പോയി. മോശമായി പോയോ? ലവിലായി പോയിന്ന്. രാത്രിയെല്ലാം സ്വപ്നമല്ലേ കുട്ടി. എണീക്കാൻ ലേറ്റ് ആയി പോയി. ഒരു പ്രാവശ്യം എന്റെ ഡെയിലി റൂട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോയി. എല്ലാം താളം തെറ്റിപ്പോവും. ബോസിനെ നന്നായി മനസ്സിലാക്കുന്ന എംപ്ലോയീസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ബാക്കി എംപ്ലോയീസിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു എംപ്ലോയിക്ക് മാത്രം ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ബോസ് വരുന്നതിന് മുമ്പേ കുറെ സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സർപ്രൈസോ? എന്താ അത്? ഇന്നങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒന്നും അല്ലല്ലോ. പ്രണയത്തിൽ വീണിരിക്കുന്ന ബോസിന് പ്രണയത്തെ പറ്റി ഒന്നും അറിയില്ല. ഈ എംപ്ലോയിക്ക് ബോസിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റ് സ്പെഷ്യലാ. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, എന്താണെന്ന് അറിയാമോ? എന്താ? പ്രണയം എന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കേണ്ട കാര്യമേ അല്ല, ഓരോ ദിവസവും ആഘോഷിക്കേണ്ട നിത്യോത്സവം. വൗ, വെരി വെൽ സെറ്റ്. നേരിട്ട് വന്ന് പറഞ്ഞ എനിക്ക് ശരിക്കും സന്തോഷായേനെ. ഓൾറെഡി ഓൺ ദ വേ. കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഡോണ്ട് വറി. രാജഹംസങ്ങൾ നിന്റെ പാട്ടിന്റെ വെണ്ണയുണ്ണുന്നുവോ? പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ ഓഫീസിലേക്ക് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. ഉരുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. നീ ദേവശില്പമായി ഉണരുന്നു. ആരതി, അമ്മേ വന്നമ്മേ. എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഞാനോ? ഇല്ലല്ലമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇന്നലെ നീ വന്ന മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. എന്റെ മകൾ ആരതിയാണോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ മോൾ ആരതി എപ്പോഴും സൈലന്റ് തന്നെയല്ലേ അമ്മേ? അതെ, കുറച്ച് ശാന്ത സ്വഭാവമാണ്. പക്ഷേ ആ കണ്ണുകൾ ഒരിക്കലും തോൽക്കാൻ ഇടയായിട്ടില്ല. അതിലെപ്പോഴും ഒരു പ്രകാശം ഉണ്ടാവുമായിരുന്നു. മോളെ, എന്തു പറ്റിയെന്ന് നീ എന്നോടെങ്കിലും പറഞ്ഞൂടെ? രാത്രി മുഴുവൻ നിന്നെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു മോളെ. അയ്യോ അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, അതാണ് സത്യം. ഞാൻ ഇന്ന് നേരത്തെ എണീറ്റതല്ലേ, അതുകൊണ്ട് അതിന്റെ കുറച്ച് ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. അമ്മയുടെ കൈകൊണ്ട് എനിക്ക് 4-5 ദിവസത്തെ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. അമ്മ പറഞ്ഞതുപോലെ എന്റെ പ്രകാശം വീണ്ടും തിരിച്ചു വരും. നീ പറയുന്ന സത്യം തന്നെ ആയിരിക്കട്ടെ. എനിക്ക് നിന്റെ സന്തോഷമല്ലാതെ വേറെ എന്താ ആഗ്രഹിക്കുന്നു നീ പറ. നിന്റെ സുഖമാണ് എനിക്ക് ഏറ്റവും വലുത്. എനിക്കത് മാത്രം മതി. വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പൊ മുതലേ കരയണ്ടെന്ന് ഞാൻ പറയാം. എന്നിട്ട് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്ത് തന്നെ ആയാലും ഇങ്ങനെ കരഞ്ഞ പരിഹാരം കിട്ടില്ല. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല.
പറ്റുന്നില്ല. എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല. ഇത് നല്ല കഥയായി. സമാധാനമായിട്ടിരിക്കും മോളെ, പ്ലീസ് കരയല്ലേ. എന്താണ് കാര്യം എന്ന് പറയാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എനിക്കും പേടിയാവില്ലേ? ഞാൻ എപ്പോ മുതൽ ചോദിക്കുന്നതാ, നീ ഒന്നും പറയുന്നേ ഇല്ല. എത്രയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുക. അല്ല, നീ മാമന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാ വന്നേ? ഞാൻ നടന്നു വരുമ്പോ അഞ്ജുവിനെ പോലെ തന്നെ തോന്നി നോക്കിയപ്പോ നീയാ. എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ഫോണും കയ്യിലില്ല, എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ഒന്നും പറയുന്നുമില്ല. ഇരിക്ക്. കുടിക്ക്. കരഞ്ഞു കരഞ്ഞു വായില് വെള്ളം പറ്റിയിട്ടുണ്ടാവും. മതിയോ? ഇനി പറ, എന്തിനാ കരയുന്നത്? ആരോടും വരുന്നുണ്ടെന്ന് ഒരു വാക്ക് പോലും പറയാതെ എന്തിനാ വന്നത്? എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി? നീ സംസാരിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കുഴപ്പമില്ല, പറ. നിന്റെ മാമന്റെ വീട്ടില് എന്തെങ്കിലും സംഭവിച്ചോ? പറ, സംസാരിക്ക്. പറയാൻ. അതോ അതെന്താന്ന് ഞാൻ പറയാം. എത്ര പറഞ്ഞാലും കേക്കില്ല, ഒരേ വാശിയാണ്. ഇത്ര ചെറിയ വയസ്സിൽ ഇത്രയും വാശി പാടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകണ്ട, നാളെ ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാമെന്ന്. അഹങ്കാരി, എന്തു പറഞ്ഞാലും കേക്കില്ല. പെൺകുട്ടികളെ തലയിൽ വെച്ച് വളർത്തിയ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആന്റി, നിങ്ങൾ അവളെ വഴക്ക് പറയേണ്ട ഒരു കാര്യമില്ല. ഇരിക്ക്. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും. എന്താ സംഭവിച്ചെന്ന് സമാധാനമായിട്ട് പറ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നീ ആരാ? ഈ വീട്ടിൽ ഇതാണ് പ്രശ്നം. മൂത്തവരാണെന്ന് ചിന്തിക്കാതെ എല്ലാരും വായി തോന്നിയ പോലെയാ സംസാരിക്കുന്നത്. ഇവിടെ നോക്ക്, പ്രായം എത്രേ ആയിട്ടുള്ളൂ, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല. ഞാനൊരു അഹങ്കാരം കാണിച്ചില്ല. ഒരു വാക്ക് ഇവളുടെ അടുത്ത് മിണ്ടാൻ പറ്റുന്നില്ല. ഓരോന്നിനും എന്തൊക്കെയാ തിരിച്ചു പറയുന്നത്? ആരെയും പേടിയുമില്ല. എത്ര ടെൻഷനാണ് നീ തരുന്നതെന്നറിയോ? സംസാരിക്കുന്ന അത്രയും ബുദ്ധിയും വളർന്നിട്ടില്ല. വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ പുറപ്പെട്ടു വന്നല്ലോ. ബോധമില്ലേ നിനക്ക്? എനിക്ക് നല്ല ബോധമുണ്ട്. വീണ്ടും തർക്കത്തിൽ പറയുന്നോ? മേഡം, അകത്ത് എന്ത് അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്നതെന്ന് ഞാനൊന്ന് കയറി നോക്കിട്ട് വരട്ടെ. അത് നിങ്ങളുടെ ബോസിന് മാത്രം സ്പെഷ്യൽ. വെറുതെ ഒരു രസത്തിന് തല ഇങ്ങനെ ഇട്ട് നോക്കി എന്നിട്ട് വരാന്ന്. സുമേഷേ, ആ മനസ്സിലായി, വിട്ടേക്ക്. എടി കൊരങ്ങേ, ജോലി സമയത്ത് ഫോൺ ചെയ്തിരുന്നത് എത്ര പ്രാവശ്യം പറയണം? രാധയമ്മായി വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അയ്യോ, അവരെന്തിനാ വന്നത്? അഞ്ജുവിനെ വിടാനാണോ? അയ്യോ, ഇവിടെ വലിയ പ്രശ്നമായിരിക്കും അടി. എന്തു പറ്റി? അവര് വന്നപ്പോ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവള് ധ്രുവന്റെ കൂടെയാ വന്നത്. വന്ന സമയം തൊട്ട് കരഞ്ഞോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാ രാധയമ്മായി വന്നത്. അവര് വന്നപ്പോ തൊട്ട് അഞ്ജുവിനെ വഴക്കു പറയുക. എന്തിനാ ഏതിനാന്നൊന്നും മനസ്സിലാവുന്നില്ല. ധ്രുവ അഞ്ജുവിനെ സമാധാനപ്പെടുത്തിക്കോളും. അവനത് നന്നായി അറിയാം. അവ സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോ രാധയമ്മായി അവനെ വഴക്ക് പറയാൻ തുടങ്ങും. ഇതെല്ലാം കേട്ടെന്റെ തല പൊട്ടുവാ. അതെന്തിനാ വെറുതെ വഴക്ക് പറയുന്നേ? ആർക്കറിയാം, ധ്രുവ അവളെ സമാധാനപ്പെടുത്താൻ നോക്കും. അപ്പൊ അത് വലിയ പ്രശ്നമാവും. ധ്രുവനാണെങ്കിൽ അവരെ പറ്റി അറിയുകയില്ല. അച്ഛനും അമ്മയും വീട്ടിലില്ല. നീ ഒന്ന് വേഗം വീട്ടിലോട്ട് വാ, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശരി, ഞാൻ വരാം. മേഡം, എവിടേക്കാ പോകുന്നത്? ബോസിന്റെ കോളാണ് വന്നതെന്ന് വിചാരിച്ച് നോക്കാൻ വന്നപ്പോ ബോസ് അല്ല വിളിച്ചതെന്ന് തോന്നുന്നു. ബോസിന്റെ അല്ല. അതെന്താ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് നിങ്ങളിപ്പോ എസ്കേപ്പ് ആകുവാണോ? ഓ, ബോസ് വരുമ്പോ ഇവിടെ ഇല്ലാതിരിക്കുന്നതായിരിക്കും സർപ്രൈസ് അല്ലേ? എന്തിനാ എന്റെ തല തിന്നുന്നേ? മേഡം, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ ചെയ്യാം. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു.
ബോസ് വരുന്ന സമയത്ത് ഞാൻ എവിടെയാണെന്ന് ചോദിക്കും. ടെൻഷനിലാ പോയേക്കുന്നെന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ ടെൻഷനിലാണെന്ന് അറിഞ്ഞാ അവനും അത് ടെൻഷനാവും. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന് അവർ എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ? എനിക്കറിയില്ലെന്ന് പറഞ്ഞാ മതി. വേണ്ട വേണ്ട, വീട്ടിൽ നിന്ന് ഫോൺ വന്നു അതുകൊണ്ട് പോയിന്ന് പറഞ്ഞാ മതി. വീണ്ടും വീട്ടിൽ നിന്ന് എന്തിനാ കോള് വന്നതെന്ന് ചോദിച്ചാൽ അപ്പൊ എന്ത് പറയും? ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയം എനിക്കില്ല. പേഴ്സണൽ മാറ്ററാ. നാളെ വരുമ്പോ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. എനിക്കിപ്പോ പോയേ പറ്റൂ, മനസ്സിലായോ? ശരി, മേഡത്തിന് കമ്പനിക്കാർ അറേഞ്ച് ചെയ്യട്ടെ. ഇതെന്താ പതിവില്ലാത്ത ചോദ്യമൊക്കെ? ഞാൻ എപ്പോഴെങ്കിലും കമ്പനിക്കാരിൽ പോവാറുണ്ടോ? ഇത്രയും ദിവസം നിങ്ങൾ ഇവിടുത്തെ സാധാ എംപ്ലോയി ആയിരുന്നു. പക്ഷെ ഈ അടുത്തിടയ്ക്കുള്ള നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ബോസ് മേഡം ആയിരിക്കുമെന്ന്. അതിനൊന്നും ആവശ്യമില്ല, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. മേഡം സിമ്പിൾ ആയിട്ട് പേഴ്സണൽ മാറ്റർ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷെ എന്റെ ബോസ് അദ്ദേഹത്തിന്റെ വിരഹവേദനയെല്ലാം എന്റെ തലയിൽ തീർക്കും. ഓരോ പ്രാവശ്യവും ബലിയാടാവുന്നത് ഞാനാ. എല്ലാം നിന്റെ തലേ വരെ മോനെ സുമേഷേ. എല്ലാം മായ മാത്രം സുമേഷേ. എടി അഞ്ജു, നീ കുറച്ചങ്ങ് മാറുന്നേ. ഇനി എനിക്ക് ശ്വാസം വിടാം. അഞ്ജു, നീ എപ്പോഴാ വന്നേ? അവൾ എപ്പോഴേ വന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും വന്നല്ലോ, സമാധാനമായി. ഹേ രാധേ, നീ എപ്പോഴാ വന്നത്? നീ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു കയറാറില്ലല്ലോ. ചേട്ടാ, ഞാൻ വന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല. നിങ്ങളുടെ മകൾ എന്റെ വീട്ടിൽ നിന്ന് ഓടി വന്നിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ഓടി വന്നിരിക്കുകയാണെന്ന് നീ എന്താ രാധേ പറയുന്നേ? എന്ത് പറ്റി മോളെ? അതെന്താന്ന് ഞാൻ തന്നെ പറയാം. നിങ്ങളുടെ മകള് വയസ്സറിയിച്ചിരിക്കുകയാണ്. അഞ്ജുമോളെ, നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ട മനസ്സിലാവും. ഇത്ര സന്തോഷമുള്ള കാര്യത്തിലാണ് വിഷമിക്കുന്നത്. അതിനാണ് അങ്ങോട്ട് ഓടിപ്പോന്നേ. ഞാനിത് അറിഞ്ഞ ഉടനെ അവളോട് പുറത്തിരിക്ക്, നാളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, ആദ്യത്തെ ദിവസം തന്നെ അമ്മയെ കാണാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അവളതൊക്കെ കേട്ട് പേടിച്ച് എന്തൊക്കെയോ സംസാരിച്ച് ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോന്നു. ആണോ മോളെ? അതെ അച്ഛാ, ഞാൻ തന്നെ വലിയവളായിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിമാര് എന്നെക്കാൾ മുന്നേ വലുതായതല്ലേ. പക്ഷെ അമ്മ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ടോർച്ചർ കൊടുത്തിട്ടില്ല അച്ഛാ. അമ്മായി എത്ര വഴക്ക് പറഞ്ഞെന്നറിയോ? വീട്ടിലുള്ള ഒരു സാധനവും തൊടാൻ സമ്മതിച്ചില്ല. പിന്നെ എന്തായിരുന്നു വേണ്ടേ? നിന്നെ വിളിച്ചോണ്ട് പോയി പൂജാമുറിയിൽ വെക്കണായിരുന്നോ? ഇങ്ങനെയുള്ള ശാസ്ത്ര സമ്പ്രദായം ഒന്നും അറിഞ്ഞുകൂടാ. മക്കള് മൂത്തവര് പറയുന്നത് അനുസരിക്കണം, തർക്കുത്തരം പറയുമല്ല. ഞാനതിന് തർക്കത്തിനൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞേ. അതിന് നിങ്ങൾ സമ്മതിച്ചില്ല, അതുകൊണ്ടാ ഞാൻ വന്നേ. നോക്ക്, അവൾ എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഇതിലും കഷ്ടമായിരുന്നു അവള്. നീ തന്നെ പറ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിന്റെ വിശ്വാസം നിനക്ക്. അതിലെ ശരിയും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ജീവിതശൈലി ഉണ്ടാവുമല്ലോ രാധേ. എന്റെ മകൾ ചെയ്തത് ശരിയാ. അവള് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനത്തെ ശീലമില്ല.